ഡൽഹി നഗരത്തിലെ ബാങ്കുകളിൽ ദിവസവും മോഷണം നടക്കുകയായിരുന്നു. പോലീസുകാർക്ക് മോഷ്ടാക്കളെക്കുറിച്ച് ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. സഹായത്തിനായി ഡിറ്റക്ടീവ് മെഹുലിനെ മുംബൈയിൽ നിന്ന് ഡൽഹിയിലേക്ക് കൊണ്ടുവരുന്നു. മെഹുൽ വന്നയുടനെ എല്ലാ മോഷണങ്ങളുടെയും റിപ്പോർട്ടുകൾ ആദ്യം പരിശോധിക്കുന്നു. ആദ്യത്തെ മോഷണം 8-ാം നമ്പർ ബാങ്കിലും, രണ്ടാമത്തെ മോഷണം 27-ാം നമ്പർ ബാങ്കിലും, മൂന്നാമത്തേത് ബാങ്ക് നമ്പർ 64-ലുമാണ് നടന്നത്. റിപ്പോർട്ട് കണ്ടപ്പോൾ തന്നെ അടുത്ത മോഷണം എവിടെ നടക്കുമെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. എന്താ, നിങ്ങൾക്ക് മനസ്സിലായോ അടുത്ത മോഷണം എവിടെയാണ് നടക്കാൻ പോകുന്നതെന്ന്? ചിന്തിക്കൂ. ഉത്തരം 125 നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് എന്നെ അറിയിക്കൂ. 2ന്റെ ക്യൂബ് 8 ആണ്, 3ന്റേത് 27, 4ന്റെ ക്യൂബ് 64. അങ്ങനെയെങ്കിൽ ഈ സംഖ്യകളുടെ ക്യൂബുകളുടെ ക്രമത്തിൽ അടുത്ത നമ്പർ 5 ആണ്. 5ന്റെ ക്യൂബ് 125 ആണ്. അടുത്ത മോഷണം ബാങ്ക് നമ്പർ 125-ൽ. മെഹുൽ അവിടെ എത്തിക്കഴിഞ്ഞു. അപ്പോൾ തന്നെ അവിടേക്ക് കള്ളൻ വരുന്നു. മെഹുൽ അവനെ പിടികൂടുകയും ചെയ്തു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. ഒരു രാത്രി ലളിത് കൊല്ലപ്പെടുന്നു. ലളിതിന്റെ ജോലിക്കാരൻ ഡിറ്റക്ടീവ് മെഹുലിനെ വിളിക്കുന്നു. ഇന്നലെ രാത്രി ഞാൻ എന്റെ വീട്ടിൽ പോയിരുന്നു. രാവിലെ വന്നു നോക്കിയപ്പോൾ മുതലാളി കൊല്ലപ്പെട്ടതായി കണ്ടു. ഇന്നലെ രാത്രി ലളിതിനൊപ്പം ആരോ പാർട്ടി നടത്തിയിരുന്നുവെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. ലളിതിനെ കൊലപ്പെടുത്തിയത് അയാളായിരിക്കും. ലളിതിന്റെ കയ്യിൽ മെഹുൽ ചുവന്ന നിറത്തിലുള്ള തുണിയും കണ്ടെത്തി. ഇത് കൊലപാതകയുടേതാകുവാൻ സാധ്യതയുണ്ട്. ലളിതിൽ നിന്നും മെഹുൽ ഒരു ഫോൺ കണ്ടെത്തുന്നു. അതിൽ നിന്ന് ഇന്നലെ രാത്രി ലളിത് സോനം, പവൻ, വിക്കി എന്നീ 3 പേരുമായി സംസാരിച്ചതായി മെഹുലിന് മനസ്സിലാകുന്നു. കൂടുതൽ അന്വേഷണത്തിനായി മെഹുൽ എല്ലാവരുടെയും വീട്ടിലേക്കും പോകുന്നു. പവൻ: ഞാൻ 2-3 ദിവസമായി പുറത്തു പോയിരിക്കുകയായിരുന്നു. ഇന്നാ തിരികെ വന്നത്. വിക്കി: സർ, ഞാൻ എന്റെ സുഹൃത്തിന്റെ കൂടെ പാർട്ടി നടത്തുകയായിരുന്നു, ലളിതിനൊപ്പമല്ല. സോനം: സർ, ഇത് നോക്കൂ, എന്റെ കാലിൽ പരിക്കേറ്റിരിക്കുകയാണ്. ഒരാഴ്ചയായി വീടിന് പുറത്തേ പോയിട്ടില്ല. 3 പേരെയും ചോദ്യം ചെയ്യുകയും അവരുടെ വീട് നിരീക്ഷിക്കുകയും ചെയ്തപ്പോൾ മെഹുലിന് കാര്യം മനസ്സിലായി. നിങ്ങൾക്ക് മനസ്സിലായോ ആരാണ് കള്ളം പറയുന്നതെന്ന്? ഇവിടെ സോനമാണ് കൊലപാതകി. ഡിറ്റക്ടീവ് മെഹുലിനോട് താൻ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. അവർ പുറത്തേക്ക് പോയില്ലായിരുന്നുവെങ്കിൽ പിന്നെ സോനത്തിന്റെ ചെരുപ്പിൽ ചെളി പുരണ്ടത് എങ്ങനെയായിരുന്നു? അവളുടെ കട്ടിലിൽ അതേ വസ്ത്രവുമുണ്ട്. കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് മെഹുൽ കണ്ടെത്തിയ വസ്ത്രഭാഗം പിന്നെ ഡ്രസ്സും കീറിയിട്ടുണ്ട്. ഇതിനർത്ഥം സോനം തന്നെയാണ് കൊലപാതകി. മെഹുൽ അവളെ പിടികൂടുന്നു. നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. മ്യൂസിയത്തിൽ 5000 വർഷം പഴക്കമുള്ള മമ്മിയുടെ ഒരു മോതിരം സൂക്ഷിച്ചു വെച്ചിരുന്നു. അത് കാണുവാൻ ദിനവും ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ വരുമായിരുന്നു. ഒരു ദിവസം ആ മോതിരം മോഷ്ടിക്കപ്പെടുന്നു. മ്യൂസിയത്തിന്റെ മാനേജർ ഡിറ്റക്ടീവ് മെഹുലിനെ വിളിക്കുന്നു. കൂടാതെ സന്ദർശകരെ ഒന്നും പുറത്തേക്ക് പോകുവാനും അനുവദിച്ചില്ല. മെഹുൽ മ്യൂസിയത്തിലെ ഗാർഡിനോടും മാനേജറോടും അവർക്ക് ആരെങ്കിലും സംശയമുണ്ടോ എന്ന് ചോദിക്കുന്നു. ഞാൻ സംശയം തോന്നുന്ന ആരും മ്യൂസിയത്തിലേക്ക് കയറുന്നത് കണ്ടിട്ടില്ല സർ. ഈ മോഷണം ആരായിരിക്കും ചെയ്തത് സർ? അതെങ്ങനെയായിരിക്കും? കള്ളൻ ഇപ്പോഴും മ്യൂസിയത്തിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടെന്ന് മെഹുലിന്റെ CCTV ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാകും. ചിന്തിക്കൂ ലോജിക്കൽ ആർമി. ഈ ഫൂട്ടേജ് നോക്കിയപ്പോൾ കള്ളൻ ആരാണെന്ന് മെഹുലിന് എങ്ങനെയാണ് മനസ്സിലായത്? ഫൂട്ടേജിൽ ആദ്യം ഒരു വയസ്സായ സ്ത്രീയെ കാണാം. എന്നാൽ ഇപ്പോഴുള്ള ഫൂട്ടേജസിൽ വയസ്സായ ആരെയും കാണുന്നുമില്ല. ആരും മ്യൂസിയത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ലാത്ത സ്ഥിതിക്ക് അതെങ്ങനെ സംഭവിക്കും? ആ വയസ്സായ സ്ത്രീ പിന്നീട് രൂപം മാറ്റി കാണും. ഇപ്പോൾ ആ സ്ത്രീയുടെ ഹീൽസിലേക്ക് ശ്രദ്ധിക്കൂ. ആ ഹീൽസ് ഈ പെൺകുട്ടിയുടെ ഹീൽസുമായി മാച്ച് ആകുന്നുണ്ട്. മെഹുൽ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. മെഹുൽ തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ട ആ കുട്ടി പാനിക് ആകും. എന്നിട്ട് അവിടെ നിന്നും ഓടി രക്ഷപ്പെടുവാനും ശ്രമിക്കുന്നു. ഓടുന്നതിനിടയിൽ അവളുടെ ലാപ്ടോപ്പ് ബാഗ് താഴെ വീഴുന്നു. മെഹുൽ അവരുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുന്നു. അത് ലോക്ക്ഡ് ആണ്. ഇത് ഓപ്പൺ ചെയ്യുന്നതിന് ഒരു ലോഗിൻ കോഡ് ഉപയോഗിക്കണം. Z=1ഉം Y=2ഉം ആണെങ്കിൽ A+B എത്രയാണ്? പറയൂ ലോജിക്കൽ ആർമി. കുറച്ചു നേരം ആലോചിച്ച ശേഷം മെഹുലിന് കാര്യം പിടികിട്ടുന്നു. ആൽഫബറ്റ്സിന്റെ വാല്യൂ റിവേഴ്സ് ഓർഡറിലാണ്. ഇവിടെ A26ഉം B25ഉം ആയിരിക്കും. 26 + 25 51 ആണ്. മെഹുൽ 51 എന്ന് പ്രസ് ചെയ്യുമ്പോൾ ലാപ്ടോപ്പ് ഓപ്പൺ ആകുന്നു. ലാപ്ടോപ്പിൽ അവളുടെ വീടിന്റെ ലൊക്കേഷൻ ചെയ്തിരുന്നു. മെഹുൽ ഉടനടി തന്നെ ആ ലൊക്കേഷനിലേക്ക് എത്തുന്നു. അവിടെ ആ പെൺകുട്ടിയെ കണ്ടെത്തുന്നു. അവളെ പിടികൂടുകയും ചെയ്യുന്നു. അടുത്ത റീഡിലേക്ക് പോകാം. ഒരു ദിവസം റിയ എന്ന ഒരാൾ കൊല്ലപ്പെടുന്നു. അവരുടെ ഡെഡ് ബോഡി സ്റ്റോർ റൂമിലാണ് കിടന്നത്. അവിടെ നിറയെ ചിലന്തി വലകളും ഡസ്റ്റും ഉണ്ടായിരുന്നു. അവളുടെ ഭർത്താവ് കരൺ ആലിയെ ഫോൺ ചെയ്ത് വിവരമറിയിക്കുന്നു. ആലിയ ക്രൈം സീനിലേക്ക് എത്തുന്നു. അവിടെ ആകെ ആലിയ വിശദമായി തന്നെ പരിശോധിക്കുന്നു. ആലിയയ്ക്ക് 3 പേരുടെ മേൽ സംശയമുണ്ടാകുന്നു. റിയയുടെ വളർത്തുപുത്രൻ അമിത്, വീട്ടിലെ ജോലിക്കാരി മഞ്ജു, പിന്നെ റിയയുടെ ഹസ്ബൻഡ് കരൺ. 3 പേരെയും ചോദ്യം ചെയ്യുന്നു. അവർ എന്ത് ചെയ്യുകയായിരുന്നുവെന്നും ചോദിക്കുന്നു. കരൺ പറഞ്ഞു, ഞാൻ ആഹാരം കഴിക്കുകയായിരുന്നു. അമിത് പറഞ്ഞു, ഞാൻ പഠിക്കുകയായിരുന്നു. മഞ്ജു പറഞ്ഞു, ഞാൻ വീട്ടുജോലികൾ ചെയ്യുകയായിരുന്നു. ആലിയ ക്രൈം സീനിന്റെ ഫോട്ടോകൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. അപ്പോൾ ആലിയയ്ക്ക് ആരാണ് ഈ കൊലപാതകം ചെയ്തതെന്ന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി?
റിയയുടെ ബോഡിയിൽ ചിലന്തി വലകൾ കാണാം. അതുകൂടാതെ നിറയെ പൊടിയുമുണ്ട്. സ്റ്റോർ റൂമിന്റെ സ്ഥിതി ആകെ അഴുക്ക് പിടിച്ചതാണ്. ആ സ്റ്റോർ റൂമിൽ കയറിയവരുടെ ഡ്രസ്സും ദേഹവും മുഴുവനും ഇതേപോലെ അഴുക്ക് പിടിച്ചതായിരിക്കും. മഞ്ജുവിന്റെ ഡ്രസ്സിലേക്ക് നോക്കൂ. അവളുടെ ഡ്രസ്സിൽ മുഴുവനും ചിലന്തി വലകൾ കാണാം. അതിന്റെ അർത്ഥം മഞ്ജുവാണ് സ്റ്റോർ റൂമിൽ കയറിയത്. ആലിയ അവളെ കൈയോടെ പിടികൂടുന്നു. അടുത്ത റീഡിലേക്ക് പോകാം. ഒരു ദിവസം ഒരു കോളനിയിൽ ഒരു കൊല നടക്കുന്നു. കോളനിയിലെ ആൾക്കാർ ഡിറ്റക്റ്റീവ് മെഹുലിനെ വിളിക്കുന്നു. 80 വയസ്സ് പ്രായമുള്ള ഒരു സ്ത്രീയുടെ കൊലപാതകമാണ് നടന്നിരിക്കുന്നത്. മെഹുൽ കോളനിയിലുള്ളവരെ ചോദ്യം ചെയ്യുന്നു. തൊട്ടടുത്തുള്ള അയൽവാസി റാം പറയുന്നു, സർ, എനിക്കൊന്നും അറിയില്ല. എനിക്കിവരെ നല്ലതുപോലെ പരിചയം പോലുമില്ല. അടുത്ത അയൽവാസി മോഹൻ പറയുന്നു, ഞാൻ എന്റെ ജോലിക്ക് പോയിരിക്കായിരുന്നു. എനിക്കും ഒന്നും അറിയില്ല. അടുത്ത അയൽവാസിയായ അമിത് പറയുന്നു, എനിക്ക് ഇന്നാ 20 വയസ്സ് തികഞ്ഞത്. ഞാൻ കൂട്ടുകാരനോടൊപ്പം പാർട്ടി നടത്തുകയായിരുന്നു. എനിക്കൊന്നും അറിയില്ല. മെഹുലിന് ശക്തമായ തെളിവുകളൊന്നും തന്നെ ലഭിക്കുന്നില്ല. കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം 60 വയസ്സുള്ള ഒരാൾ കൊല്ലപ്പെട്ടുവെന്ന് മെഹുലിന് ഒരു കോൾ വരുന്നു. മെഹുൽ കോളനിയിലേക്ക് ചെല്ലുന്നു. അതിനിടയിൽ തന്നെ മറ്റൊരു കൊലപാതകത്തിന്റെ വാർത്തയും മെഹുലിന് കിട്ടുന്നു. അതൊരു 40 വയസ്സുകാരന്റെ മരണ വാർത്തയായിരുന്നു. മെഹുൽ എല്ലാ ക്രൈം സീനിൽ നിന്നും തെളിവുകൾ ശേഖരിക്കുന്നു. അപ്പോൾ തന്നെ അടുത്ത കൊലപാതകം ആരുടേതായിരിക്കുമെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മെഹുൽ കൊല്ലപ്പെട്ട ആൾക്കാരുടെ പാറ്റേൺ പരിശോധിക്കുന്നു. ആദ്യത്തെ കൊലപാതകം 80 വയസ്സുള്ള ആളുടേത്, രണ്ടാമത്തേത് 60, മൂന്നാമത്തേത് 40, അടുത്തത് 20 വയസ്സുള്ള ആളുടേതായിരിക്കും. നേരത്തെ അയൽവാസിയായ അമിത് തനിക്ക് 20 വയസ്സ് തികഞ്ഞ കാര്യം പറഞ്ഞത് മെഹുൽ ഓർക്കുന്നു. അപ്പോൾ അയാളുടെ കൊലപാതകമാണ് നടക്കുവാൻ പോകുന്നത്. മെഹുൽ വേഗത്തിൽ തന്നെ അമിത്തിന്റെ വീട്ടിലേക്ക് എത്തുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ അവിടെ കൊലപാതകയും എത്തി. മെഹുൽ അവനെ കൈയോടെ പിടികൂടുന്നു. എന്നിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു. വരും നമുക്ക് അടുത്ത റീഡിലേക്ക് പോകാം. അമൻ, അക്കു, അമിത്, പങ്കജ് എന്നീ 4 കൂട്ടുകാരും പാർട്ടിക്ക് ശേഷം അവരവരുടെ വീടുകളിലേക്ക് പോകുന്നു. എന്നാൽ അടുത്ത ദിവസം ആകാശ് നോക്കുമ്പോൾ പങ്കജ് കൊല്ലപ്പെട്ടിരിക്കുന്നു. അയാൾ ഉടൻ തന്നെ മെഹുലിനെ വിവരം അറിയിക്കുന്നു. മെഹുൽ ക്രൈം സീൻ വിശദമായി പരിശോധിക്കുന്നു. അവിടെ അയാൾക്ക് ഒരു പേപ്പർ ലഭിക്കുന്നു. അതിൽ ആൽഫബറ്റും ചില നമ്പറുകളും എഴുതിയിരിക്കുന്നത് കാണുന്നു. മെഹുലിന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പങ്കജിന്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ച് ചോദ്യം ചെയ്യുന്നു. പാർട്ടി കഴിഞ്ഞ് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു? അമൻ പറഞ്ഞു, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയി. ക്ഷീണം കാരണം ഞാൻ ഉറങ്ങിപ്പോയി. ആകാശ് പറഞ്ഞു, ഞാൻ അവിടെ നിന്ന് മറ്റൊരു പാർട്ടിക്ക് പോയി സർ. അമിത് പറഞ്ഞു, എനിക്കൊന്നും അറിയില്ല സർ. ഞാൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. മെഹുൽ 3 പേരും പറഞ്ഞത് ശ്രദ്ധയോടെ കേൾക്കുന്നു. എന്നിട്ട് പേപ്പറിൽ എഴുതിയിരുന്ന ക്ലൂ മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ആരാണ് യഥാർത്ഥ കൊലപാതകി എന്ന് മെഹുലിന് മനസ്സിലാകുന്നു. പേപ്പറിലുള്ള ക്ലൂവിലൂടെ പങ്കജ് കൊലപാതകയെ മനസ്സിലാക്കി തരുവാനാണ് ശ്രമിക്കുന്നത്. അതിനെ ശ്രദ്ധയോടെ ഒബ്സർവ് ചെയ്യൂ. കില്ലറിന്റെ പേര് പേപ്പറിൽ കോഡഡ് ലെറ്ററുകളിലാണ് എഴുതിയിരിക്കുന്നത്. ആദ്യത്തെ അക്ഷരം എ ആണ്. രണ്ടാമത്തേത് 13. 13ാമത്തെ ആൽഫബറ്റ് എം ആണ്. അടുത്തത് 1 ആണ്. അത് എ. ഇനി 14 എൻ. അപ്പോൾ പേര് അമൻ എന്നാകുന്നു. പങ്കജ് കോഡുകളിൽ ആ പേര് എഴുതുവാൻ കാരണം അവൻ അത് നശിപ്പിച്ചു കളയാതിരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. മെഹുൽ അവനെ പിടികൂടി ജയിലിലടയ്ക്കും. വരൂ നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. നേഹ രാവിലെ 7 മണിയോടുകൂടി അവളുടെ കോളേജിലേക്ക് യാത്ര തിരിക്കുകയായിരുന്നു. വഴിയിൽ വെച്ച് ഒരു വാനിൽ വന്നവർ അവളെ കിഡ്നാപ്പ് ചെയ്യുവാൻ ശ്രമിച്ചു. നേഹ അവളുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടുന്നു. ഓടി ഓടി അവൾ ഡിറ്റക്റ്റീവ് മെഹുലിന്റെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. നേഹ, നിന്നോട് ഇങ്ങനെ കാണിക്കുവാൻ എന്തെങ്കിലും ശത്രുക്കളുണ്ടോ നിനക്ക്? അങ്ങനെ ആരുമില്ല സർ. എന്റെ 3 ക്ലാസ്മേറ്റുകളുമായി ഞാൻ കഴിഞ്ഞ ദിവസം വഴക്ക് കൂടിയിരുന്നു. മെഹുൽ നേഹയും കൂട്ടി അവളുടെ കോളേജിലേക്ക് പുറപ്പെടുന്നു. ആ 3 കൂട്ടുകാരെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങൾ 3 പേരും രാവിലെ എവിടെയായിരുന്നു? രാവിലെ എനിക്ക് കമ്പ്യൂട്ടർ ക്ലാസ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഞാൻ നേരെ കോളേജിലേക്കാ വന്നത്. സർ, എന്നെ ഒരു ക്രൈമിലും പെടുത്തരുത്. ഞാൻ എന്തിനു കിഡ്നാപ്പ് ചെയ്യണം? ഞാൻ രാവിലെ പാർക്കിൽ ജോഗിംഗ് കഴിഞ്ഞ ശേഷം വീട്ടിൽ വന്ന് ഫ്രഷായി കോളേജിലേക്ക് വരികയായിരുന്നു. മെഹുൽ 3 പേരുടെ മറുപടികൾ ശ്രദ്ധിച്ചു കേട്ടു. ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? മെഹുൽ വളരെ സിമ്പിളായ ചോദ്യമായിരുന്നു ചോദിച്ചത്. നിങ്ങൾ രാവിലെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന്. പൂർവിയും നീരജും വളരെ സാധാരണ ഉത്തരങ്ങളാണ് നൽകിയത്. കിഡ്നാപ്പിംഗുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അവർ പറഞ്ഞില്ല. എന്നാൽ സെജൽ മറുപടി പറഞ്ഞപ്പോൾ അവൾ കിഡ്നാപ്പിംഗ് ചെയ്തിട്ടില്ല എന്ന് പറയുകയുണ്ടായി. അവൾക്ക് എങ്ങനെ മനസ്സിലായി നേഹയുടെ കിഡ്നാപ്പിംഗ് ശ്രമം നടന്നുവെന്ന്? അവൾക്ക് ഈ കിഡ്നാപ്പിംഗുമായി എന്തോ തരത്തിൽ ബന്ധമുണ്ട്. മെഹുൽ അവളെ പിടികൂടുന്നു. വരും നമുക്ക് അടുത്ത റീഡിലേക്ക് പോവാം. ഒരു സിനിമയുടെ സ്ക്രീനിംഗ് നടക്കുകയായിരുന്നു അവിടെ. പൊടുന്നനെ ആരുടെയോ നിലവിളി ശബ്ദം കേട്ടു. വാഷ്റൂമിൽ വെച്ച് സിനിമയിലെ നടി കൊല്ലപ്പെട്ടതായി കണ്ടു. ആ സിനിമയിലെ നടൻ മെഹുലിനെ ഫോൺ ചെയ്ത് വിവരമറിയിക്കുന്നു. മെഹുൽ വന്ന ക്രൈം സീൻ സൂക്ഷ്മമായി പരിശോധിക്കുന്നു. നടിയുടെ പൊട്ടിയ വാച്ച് മെഹുലിന് കിട്ടുന്നു. അപ്പോഴത്തെ സമയം 11 മണി കഴിഞ്ഞ് 20 മിനിറ്റ് ആയിരുന്നു. പിന്നീട് വാച്ച് പ്രവർത്തിച്ചിട്ടുമില്ല. അതായത് കൊലപാതകം ഏകദേശം 11:20 സംഭവിച്ചിരിക്കുക. കയ്യാങ്കളിക്കിടെ വാച്ചും തകർന്നതായിരിക്കും. പുറത്തു വന്നിട്ട് മെഹുൽ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു. നിങ്ങളൊക്കെ 11നും 12നും ഇടയ്ക്ക് എന്തൊക്കെ ചെയ്യുകയായിരുന്നു? ഞാൻ ഫോണിൽ എന്റെ വൈഫുമായി സംസാരിക്കുകയായിരുന്നു. ഇതാ നോക്കൂ എന്റെ കോൾ ഡീറ്റെയിൽസ്. ഞാൻ എന്റെ ഗേൾഫ്രണ്ടിനോടൊപ്പം ക്യാബിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ നോക്കൂ ക്യാബിന്റെ ബിൽ ഡീറ്റെയിൽസ്. സർ, ഞാൻ പാർട്ടിയിലായിരുന്നു. എനിക്ക്
ഒന്നും അറിയില്ല സർ. ആ സമയം ഞാൻ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കുകയായിരുന്നു. നോക്കൂ, ഞാൻ ആ സമയത്ത് എടുത്ത പടങ്ങൾ. മെഹുൽ എല്ലാവരും പറഞ്ഞത് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുന്നു. ആരാണ് കള്ളം പറയുന്നതെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? റൈറ്ററിന്റെ ഫോട്ടോയിൽ നോക്കുമ്പോൾ അതിൽ ഹീറോയും നടിയും ഡയറക്ടറുമുണ്ട്. അതെങ്ങനെ സംഭവിക്കും? കാരണം ആ സമയം ആക്ടർ അയാളുടെ ഗേൾഫ്രണ്ടിനോടൊപ്പം ക്യാബിലായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോ എങ്ങനെ സംഭവിക്കും? അപ്പോൾ ഇത് എഡിറ്റ് ചെയ്ത പിക്ചറാണ്. മെഹുൽ ആ റൈറ്ററെ കൈയോടെ പിടികൂടുന്നു. നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. സുരേഷിന്റെ വീട്ടിൽ നിന്നും അയാളുടെ വിലയേറിയ വാച്ച് കാണാതാകുന്നു. വാച്ച് വജ്രം പതിപ്പിച്ചതായിരുന്നു. ഡിറ്റക്റ്റീവ് മെഹുലിനെ വിവരം അറിയിക്കുന്നു. സുരേഷിന്റെ വീട്ടിൽ 5 പേരാണ് താമസിക്കുന്നത്. അയാളുടെ വൈഫ് പ്രിയ, അവിടുത്തെ ജോലിക്കാരൻ രാമു, പാചകക്കാരൻ പ്രീതം, മകൾ സലോനി, മകൻ രോഹൻ എന്നിവരാണ്. മെഹുൽ 5 പേരോടും അവർ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ചോദിക്കുന്നു. പ്രിയ പറഞ്ഞു, ഞാൻ ചൂടുവെള്ളത്തിൽ കുളിക്കുകയായിരുന്നു. ജസ്റ്റ് ഇപ്പോൾ പുറത്തേക്ക് വന്നതേ ഉള്ളൂ. എനിക്ക് വാച്ചിനെ കുറിച്ച് ഒന്നും അറിയില്ല. ജോലിക്കാരൻ രാമു, സർ, ഞാൻ വീട്ടിലെ ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വാച്ച് മോഷ്ടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല സർ. പാചകക്കാരൻ പ്രീതം, സർ, ഞാൻ മാഡത്തിന് വേണ്ടി ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. സലോണി, പുറത്തുനിന്നും ക്ഷീണിച്ചു വന്നതുകൊണ്ട് എന്റെ റൂമിൽ റെസ്റ്റ് എടുക്കുകയായിരുന്നു. എനിക്ക് വിശന്നതുകൊണ്ട് ഞാൻ പ്രീതമിനോട് എനിക്ക് ആഹാരം ഉണ്ടാക്കി തരുവാനും പറഞ്ഞിരുന്നു. രോഹൻ, ഞാൻ എന്റെ ലാപ്ടോപ്പിൽ മീറ്റിംഗിൽ ബിസിയായിരിക്കുകയായിരുന്നു സർ. എല്ലാവരുടെയും സ്റ്റേറ്റ്മെന്റുകൾ ക്രോസ് ചെക്ക് ചെയ്യുന്നതിന് മെഹുൽ ഓരോ സ്ഥലങ്ങളിലും പോകുന്നു. ആദ്യമായി ബാത്റൂമിലാണ് ചെല്ലുന്നത്. പിന്നീട് സലോണിയുടെ റൂമിൽ, അത് കഴിഞ്ഞ് റോഹന്റെ റൂമിലേക്ക് ചെല്ലുന്നു. അത് കഴിഞ്ഞ് കിച്ചണിൽ, അത് കഴിഞ്ഞ് വീട് മുഴുവനും നന്നായി നോക്കുന്നു. മെഹുലിന് മനസ്സിലാകുന്നു ആരാണ് കള്ളം പറയുന്നതെന്ന്. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? പ്രിയ പറഞ്ഞത് അവൾ ചൂടുവെള്ളത്തിൽ കുളിക്കുകയായിരുന്നുവെന്നാണ്. നിങ്ങൾ ചൂടുവെള്ളത്തിൽ കുളിച്ചാൽ റൂമിലെ ഗ്ലാസിൽ ചൂടുവെള്ളത്തിന്റെ ആവി കിടക്കുന്നത് കാണാം. ബാത്റൂമിന്റെ മിററിൽ നോക്കിയപ്പോൾ അവിടെയും നീരാവി ഒന്നും കാണാനില്ല. ബാത്റൂം ഉണങ്ങിയാണ് കിടക്കുന്നത്. പ്രിയ കള്ളം പറയുകയാണ്. അവളെ കൈയോടെ പിടികൂടുന്നു. നമുക്കിനി അടുത്ത റെഡിലേക്ക് പോകാം. രമേശ് ഓഫീസിൽ നിന്നും തന്റെ വീട്ടിലേക്ക് വന്ന് അകത്ത് കയറിയപ്പോൾ അയാളുടെ ഭാര്യ മരിച്ചു കിടക്കുന്നത് കാണും. അയാൾ ഉച്ചത്തിൽ നിലവിളിക്കുന്നു. നിലവിളി കേട്ട് അയാളുടെ 2 അയൽവാസികൾ ഓടി വരുന്നു. രാമനും പ്രിയയുമാണ് വന്നത്. പ്രിയ ഉടൻ തന്നെ മെഹുലിനെ ഫോൺ ചെയ്ത് സംഭവം അറിയിക്കുന്നു. ഇതെങ്ങനെയാ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല സർ. രമേശ് ജിയുടെ നിലവിളി ശബ്ദം കേട്ട് ഞങ്ങൾ ഓടി വന്ന് നോക്കിയപ്പോൾ വീടിനുള്ളിൽ മോഷ്ടിക്കുവാൻ കയറിയ ആരോ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊന്നിട്ടിരിക്കുന്നു. അതെ സർ, രമേശ് ജിയുടെ നിലവിളി കേട്ടിട്ടാ ഞങ്ങൾ സംഭവം തന്നെ അറിയുന്നത്. നിങ്ങൾ എങ്ങനെ അകത്ത് വന്നു? ഡോർ തുറന്നു കിടക്കുകയായിരുന്നോ? ഞാൻ കീ കൊണ്ട് ഡോർ തുറന്ന് അകത്ത് കയറിയത്. കള്ളൻ ഞങ്ങളുടെ ഗ്ലാസ് വിൻഡോ പൊളിച്ചായിരിക്കും അകത്തേക്ക് കയറിയതെന്ന് തോന്നുന്നു. മെഹുൽ ആ പൊട്ടിയ വിൻഡോ സൂക്ഷിച്ചു പരിശോധിക്കുന്നു. ആരാണ് കൊലപാതകയെന്ന് മെഹുലിന് മനസ്സിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? ആ വിൻഡോ നോക്കിയപ്പോൾ രമേശ് തന്നെയാണ് ആ കൊലപാതകം ചെയ്തതെന്ന് മെഹുലിന് മനസ്സിലായി. ഗ്ലാസ് ജനൽ പൊട്ടിയിട്ടുണ്ടെങ്കിലും ചില്ല് കിടക്കുന്നത് പുറത്താണ്. കള്ളൻ വെളിയിൽ നിന്നാണ് ഗ്ലാസ് പൊട്ടിച്ചതെങ്കിൽ ചില്ലുകൾ വീടിന്റെ അകത്തല്ലേ വീണ് കിടക്കേണ്ടിയിരുന്നത്. അതായത് ഇവിടെ ചില്ലുകൾ അകത്തു നിന്നാണ് പൊട്ടിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം രമേശ് അയാളുടെ ഭാര്യയെ കൊന്നതിന് ശേഷം ആ കുറ്റം കള്ളന്റെ മേൽ ചാരുവാൻ വേണ്ടിയാണ് ശ്രമിച്ചിരിക്കുന്നത്. മെഹുലിന്റെ ഒപ്പം ഇതുപോലെ നിങ്ങളുടെ ബുദ്ധികൂർമ്മതയും വർദ്ധിപ്പിക്കുവാൻ വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നമുക്ക് അടുത്ത റെഡിലേക്ക് പോകാം. 5 കൂട്ടുകാർ ക്യാമ്പ് ചെയ്യുന്നതിന് മലമുകളിലേക്ക് പോകുന്നു. അവിടെ അവരുടെ ടെന്റ് സ്ഥാപിക്കുന്നു. അപ്പോൾ ഒരു മാസ്ക് ധരിച്ചയാൾ രോഹിത്തിനെ ആക്രമിക്കുന്നു. രോഹിത് എങ്ങനെയോ അതിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നിട്ട് നിലവിളിക്കുന്നു. ഉടനെ തന്നെ ബാക്കി കൂട്ടുകാരെല്ലാവരും അവിടേക്ക് ഓടിയെത്തുന്നു. രോഹിത് ഉടൻ തന്നെ മെഹുലിനെ ഫോൺ ചെയ്ത് അവിടേക്ക് എത്തുവാൻ പറയുന്നു. മെഹുൽ വന്നപ്പോൾ മുഴുവൻ സംഭവങ്ങളും വിവരിക്കുന്നു. ബാക്കി 4 പേരെയും ചോദ്യം ചെയ്യുന്നു. രോഹിത്തിന്റെ മേൽ ആക്രമണം നടക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു? സർ, ഞാൻ തീപ്പെട്ടി എടുക്കുവാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് പോയിരുന്നു. ഇതാ സർ തീപ്പെട്ടി. ഞാൻ ആഹാരം പാചകം ചെയ്യുന്നതിന് വെള്ളമെടുക്കുവാൻ പോയിരുന്നു. രോഹിത്തിന്റെ നിലവിളി കേട്ടപ്പോൾ ഓടി വരികയായിരുന്നു സർ. ഞാൻ കമ്പെടുക്കാൻ പോയിരുന്നു. ഞാൻ ഇവിടെ വേറെ ആരെയും കണ്ടിരുന്നില്ല. ഞാൻ കഴിക്കുന്നതിനുള്ള പഴങ്ങൾ അന്വേഷിച്ചു പോയിരുന്നു. ഞാൻ രോഹിത്തിന്റെ നിലവിളി കേട്ടു. വേറൊന്നും കണ്ടില്ല സർ. മെഹുൽ എല്ലാവരും പറഞ്ഞത് ശ്രദ്ധിച്ചു കേട്ടു. എല്ലാവരും പറഞ്ഞ ലൊക്കേഷനുകളിൽ പോയി പരിശോധനയും നടത്തി. കാറിന്റെ അടുത്ത്, നദീതീരത്ത്, മരം മുറിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത്, പഴങ്ങളുള്ള മരത്തിന്റെ അടുത്ത്. അതിനുശേഷം മെഹുൽ ഈ 4 പേരെയും സൂക്ഷ്മമായി നിരീക്ഷിച്ചു. അപ്പോൾ തന്നെ ആരാണ് കള്ളം പറയുന്നതെന്ന് മെഹുലിന് മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായ ലോജിക്കൽ ആർമി? നാലു പേരെയും സൂക്ഷിച്ചു നോക്കിയാൽ ജിതിൻ വെള്ളമെടുക്കുവാൻ തന്നെയാണ് പോയത്. അയാളുടെ പാന്റിലേക്ക് നോക്കൂ, താഴെ നനഞ്ഞിരിക്കുന്നത് കണ്ടോ? ബിബിന്റെ ഷർട്ടിൽ ചുള്ളിക്കമ്പിന്റെ പൊടികളിരിക്കുന്നത് കാണാം. രവിയുടെ ഉടുപ്പിൽ പഴത്തിന്റെ ചാറും കാണാം. ആകാശ് പറഞ്ഞത് അയാൾ മാച്ചസ് എടുക്കുവാൻ വേണ്ടി കാറിന്റെ അടുക്കിലേക്ക് പോയി എന്നാണ്. എന്നാൽ കാറ് കിടക്കുന്ന സ്ഥലത്തേക്ക് നോക്കൂ, അവിടെ മുഴുവനും ചെളിയാണ്. എന്നാൽ അയാളുടെ വെള്ള ഷൂസ് നല്ല തിളക്കത്തോടെയാണ് ഇരിക്കുന്നത്. അതായത് അയാൾ